നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ലോക ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് അവധി നൽകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. ഉടൻ തന്നെ സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങാൻ പോവുകയാണ്. സർക്കാരിന്റെ പൊളിച്ച തീരുമാനം. രാത്രിയെ കുട്ടികൾ പഠിക്കുന്നില്ല, പിന്നെയാണ് ഈ രാവിലെ സ്കൂളിൽ പോയിരുന്ന് പഠിക്കാൻ. രാത്രി പഠിക്കാത്ത കാരണം വേറെ ഒന്നുമല്ല, എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, പവർ കട്ട് മൂലം മെഴുകുതിരിയുടെ വില കയറ്റി. അതുകൊണ്ട് എല്ലാവർക്കും സാമ്പത്തികമായിട്ടും മെഴുകുതിരി വാങ്ങിച്ച് കത്തിച്ച് കുട്ടികളെ ആ വെട്ടത്തിലെത്തി പഠിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും കുഴപ്പമില്ല, കുട്ടികൾ പഠിച്ചിട്ട് ഒരു ദിവസം ഇപ്പോൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് കളക്ടറാ, എഞ്ചിനീയറാ, IPS, IAS ആവാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ല. ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. അവിടെ ഒരു ദിവസത്തെ പഠിത്തം മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതിനെക്കാട്ടി ഏറ്റവും വലിയ കളിയാണ് മെസ്സിയുടെ കോൾക്കളി നടക്കാൻ പോകുന്നത്. അത് കണ്ടേ പറ്റും. അല്ല, സർക്കാരിൻ്റെ ഈ തീരുമാനത്തോടു കൂടി ഞാനും അനുകൂലിക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ആരും പേടിക്കേണ്ട. അർജൻറ്റീന ഫാൻസിന് ഉടനെ അടുത്ത വീണ്ടും സ്കൂൾ അവധി നൽകുന്നതാണ്. മെസ്സിയുടെ അമ്മയുടെ സഹോദരൻ്റെ മോളെ കൊച്ചിൻ്റെ ചോറ് ഉടുപ്പുണ്ട്, അതിനും ഈ സർക്കാർ അവധി നൽകുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ സർക്കാർ ഇസ്രായേൽ സപ്പോർട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. സ്പെയിന് കപ്പടിക്കുന്നത് നമ്മളെ കുട്ടികൾക്ക് കാണാൻ പറ്റുമല്ലോ. അതേ ഉള്ളൂ മനസ്സിലൊരു സന്തോഷമായിട്ട്.